അച്ചുമ്മാണം മേലെ ഉണ്ണിയാർച്ച മേലെ ഉണ്ണിയാർച്ച ഉളുങ്കാഴിഞ്ഞങ്ങോ റക്കമായി അച്ചുമ്മാന മേലെ ഉണ്ണിയാർച്ച വെള്ളമാടി ചങ്ങൂറക്കമായേ. എന്താ ഇതെന്താ നല്ല ഒന്നാന്തരം മുന്തിരിക്കള്ള് ഇപ്പൊ ചെത്തി ഇറക്കിയുള്ളൂ. കുഞ്ഞിന് ഇത്തിരി വേണം. ഇതെല്ലാം കൂടെ എടുത്ത് തലയിലേക്ക് ഒഴിക്കും ഞാൻ. അപ്പൊ കള്ളാഭിഷേകമല്ലേ? അയ്യടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ ഈ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. എന്താ മോളെ ഇത്? മോക്കറിഞ്ഞൂടെ ഇത് മുത്തച്ഛന്റെ മരുന്നാന്നുള്ളത്? നല്ല മരുന്നും കൂട്ടിന് പറ്റിയ ഡോക്ടറും. ഇന്നലെ ചില്ലേലിക്കാവില് മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര കയ്യാല് കിഴപ്പ്, നടുവേദന. അതിന് ഇന്നലെ മുടിയാട്ടത്തിന് കാളിയേറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ പിന്നെ ഇല്ലടോ. എന്റെ മോളോട് മുത്തച്ഛൻ കള്ളം പറയോ? ഊടോ വേലു. അന്തോണി ചേട്ടന്റെ പറമ്പിൽ ചെത്തണ കൊന്ന തെങ്ങാണ് സത്യം. ഇല്ല, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ മുടിയാടാൻ കൊണ്ടുപോകാത്തെ. ആ പാറത്താളയ്ക്കൊപ്പം കിടക്കുന്നതിനും ഭേദം മുത്തച്ഛന്റെ കൂടെ മുടിയാട്ടത്തിന് വന്നത്. നീ ഒന്നുകൂടെ വലുതാകട്ടെ എന്നിട്ട് കൊണ്ടുപോവാം. ഇല്ലടോ. ഒരു ഗ്ലാസ് കൂടെ. എടോ വേലു, തനിക്കറിയോ? എന്തോ അറിയാം. എടോ, എന്റെ മോള് ചന്ദ്രിക, ഇവളുടെ അമ്മ. അവള് മരിക്കുമ്പോ ഇവക്ക് 8 വയസ്സാ. ഇവളുടെ കൈ പിടിച്ച് എന്റെ മതി മതി മതി. ഇത് ഞാനും ഈ നാട്ടുകാരും കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. എന്നെ വളർത്തിയത് മുത്തച്ഛനാണ്. എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കാണ്. ഇതൊക്കെയല്ലേ ഉള്ളൂ പറയാൻ. കുടിച്ചോ? ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു മുത്തച്ഛൻ. അല്ല, ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ? ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ കുടിക്കുന്നു, ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു. എന്റെ ഒരു തലയിലെഴുത്ത്. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? അയ്യോ, തയ്ച്ച ബ്ലൗസേം വീട്ടിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. അതൊന്നും സാരില്ല. ഞങ്ങൾക്ക് സുഭദ്രാമയുടെ എണ്ണ വാങ്ങി തരാം. എന്നിട്ട് വേണം ഈ മുടിയൊന്ന് വലുതായി കിട്ടെ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ പോലോ. പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും. ഓക്കെ മുത്തശ്ശ, പോയിട്ട് വരാം. ഞാനുണ്ട്. എനിക്ക് സുന്ദരാമെന്ന് കാണണം. ഈ കുന്തത്തെ ഒന്ന് കേറണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം. വേഗം വാ. ഒന്ന് വന്നേ, ഒന്ന് വരാൻ. പോരട്ടെ പോരട്ടെ പോരട്ടെ. എന്താ മുത്തപ്പ, ആരാ ഇതൊക്കെ? എല്ലാം നമ്മുടെ ഫ്രണ്ട്സാ. എന്ത് ചെയ്തിട്ടും ഇതിങ്ങളുടെ മുടി വളരുന്നില്ല എന്ന് അമ്മരത്ത് എണ്ണ വാങ്ങാൻ വേണ്ടി വന്നതാ. മോളെ പൽസലേ, നീ ആ മുടിക്കുള്ള എണ്ണ എടുക്ക്. വാ. അതെ, മുടി വളർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആട്ടത്തിന്റെ ഗ്രൂപ്പിൽ ചേർക്കാൻ. ഇംഗ്ലീഷ് മരുന്നുകൾ പലതും നോക്കി, എന്നെ ചെയ്തു. മുടി വളരുന്നുമില്ല, ഒട്ടും ഉള്ളുമില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തില് ആരാ മറിഞ്ഞു മുടി ഉണ്ടാവണെന്നാ പഴമക്കാർ പറയുന്നേ. നീ കണ്ടോ, അമ്മയ്ക്കിപ്പോഴും എന്തോരം മുടിയാ. അത് കണ്ടൊഴിഞ്ഞാർക്കാവിലെ ചൂലുകുത്ത് നേർച്ച നടത്തിയിട്ടാ. മുത്തപ്പന് അറിയാലോ കണ്ടൊഴിഞ്ഞാർക്കാവ്. അറിയാവുന്നു കേട്ടോ പിള്ളേരെ. പണ്ട് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അതിങ്ങനെ ഒഴുകി വരുമ്പോ നേരെ മുമ്പിലൊരു വലിയ കുന്ന്. കുന്നിന്റെ മുകളിൽ ശിവനും പാർവതിയും. പുഴ അവരെ കണ്ടു തൊഴുത് കുന്നിന്റെ വശത്തോട് ഒഴിഞ്ഞു മാറി ഒഴുകി. അതാണ് കണ്ടൊഴിഞ്ഞ ആവൻ. പുതിയ ചൂലുണ്ടാക്കി ആ കാവിന്റെ മുമ്പിൽ കുത്തിവെച്ച് പുഴയിൽ മുടിയൊലുമ്പി കുളിച്ചാൽ കണ്ടോ, പുഴ പോലെ മുടി ഉണ്ടാകുന്നാ പറയണേ. എന്താ ഒന്നും പറയണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ് പാര വെച്ചു. എന്നിട്ടും ഞാനിത് കളക്ടർ എടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു. നാളെ മുതൽ പുഴയെന്ന് മണല് വാരാൻ ഓർഡർ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. പറയുന്നേ, എത്ര നാളായിട്ട് നമ്മൾ ആൾക്കാരെല്ലാം പട്ടിണിയാ. വേഗം ആവട്ടെ. എന്താണോ നോക്കിക്കണേ, ഒന്ന് സഹായിച്ചൂടെ? അവിടുന്ന് 6 മീറ്റർ ഇങ്ങോട്ടാ. അതുകൊണ്ട് ജോസേ, എന്താ സാർ, ഒരു 6 മീറ്റർ ആണ് തിരിച്ചു വെച്ചേ. എന്താ മുത്തപ്പ? എന്താന്ന് മനസ്സിലായില്ല. പഞ്ചായത്തുകാരാ. ഒന്ന് വേഗം കൊല്ലാൻ. സ്ത്രീ അങ്ങോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, വെലിക്കകത്തോട്ട് പോട്ടെ.
അപ്പുറത്ത് ആ അടിച്ചോ അടിച്ചോ അടി അടി ആ എടാ ഈ പഴയ വേലിയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് മതിൽ കെട്ടിക്കൂടെ പഞ്ചായത്തിൽ പൊളിക്കാൻ എളുപ്പമല്ലേ അടുത്ത കുറ്റിയടി സാറേ അടുത്ത കുറ്റി വീടിന്റെ നടക്കല്ലേലാ. അതുകൊണ്ടൊന്നുമില്ല. എടാ കുറ്റി എവിടെ അടിക്കണ്ടെന്ന് ഞാൻ പറയും, അവിടെ അടിച്ചാ മതി. നീ എനിക്കിട്ട് കുറ്റി അടിക്കണ്ട കേട്ടോ. 18,400 കയ്യിലിട്ട് കൂത്തല്ലോ. 217 പ്ലസ് 344 അതെത്രയാ? അല്ല സാറേ, എന്താ ഈ ചങ്ങലയും കൊടുത്തൊക്കെ ആയിട്ട്? ആനയെ തിളയ്ക്കാനാ സാറേ, ഇത് ഞങ്ങളുടെ വീടാ. അല്ല, എന്താ കാര്യം വെച്ചാ പറയാം. എടാ ജോസേ, നേരെ തെക്കോട്ട് പോട്ടെ ചങ്ങല. ഞാനും എന്റെ പഞ്ചായത്തും വികസനത്തിന്റെ പാതയിലാണ്, മനസ്സിലായോ? അല്ല, ഒന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് സാറേ. എന്താ മോനെ ഇത്? സാറേ, കാര്യം എന്താന്ന് വെച്ചാ പറയേ. അതെ, ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ റോഡ് വീതി കൂട്ടാൻ പോവുകയാണ്. ചിലപ്പോ ഈ കോളനി മൊത്തം പോയെന്ന് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ കോളനി റോഡിന്റെ അറ്റത്തുള്ള കൈതപ്പാടത്ത് ഒരു പുതിയ കമ്പനി പണിയാൻ പോവുകയാണ്. അതും അമേരിക്കൻ കമ്പനി. ഈ അമേരിക്കക്കാർ വന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു കമ്പനി പണിയാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയില്ല. ജോർജ് ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതും അറിയില്ല. അതാണ് അമേരിക്ക. സാറേ, ഞങ്ങളെന്തിനാ അമേരിക്കയെ കുറിച്ച് അറിയുന്നത്? നമുക്ക് നമ്മുടെ നാടല്ലേ വലുത്. ഇതുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ തൊഴിലുണ്ടോ? സമാധാനമുണ്ടോ? സമരമൊഴിഞ്ഞ നേരമുണ്ടോ? ഈ നാട്ടിൽ വല്ലതുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കമ്പനി ഇവിടെ വരുന്നതോടെ ഞാൻ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഈ നാട്ടിലെ നമ്പർ 1 പഞ്ചായത്തായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്? പഞ്ചായത്ത് രേഖകൾ പ്രകാരം ഈ സ്ഥലം പുറമ്പോക്കാണ്. ഇവിടെ നിങ്ങളും ഇല്ല, നിങ്ങളുടെ വീടും ഇല്ല. അപ്പോ ഞങ്ങൾ എവിടെ പോവും? നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോ, ഞാൻ എന്ത് ചെയ്യാനേ? പഞ്ചായത്ത് രേഖകളിൽ നിങ്ങളില്ല. സാറേ, ആരാണ്? ഇവിടെ ആരെയും അടക്കം ചെയ്തിട്ടുണ്ട്. അതൊന്നും നീ നോക്കണ്ട. നിന്നെ അടക്കം ചെയ്തിട്ടില്ലല്ലോ. അളവ് പ്രകാരം കുറ്റടിക്കണ, അല്ലെങ്കിൽ നിന്റെ കാരണം കുറ്റിക്ക് ഞാൻ അടിക്കും. അവിടെ കുറ്റിയടിക്കരുത്. കുട്ടികളുടെ അച്ഛൻ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥല. അതുകൊണ്ട് അടിച്ചു കേട്ട സാറേ, ദയവായി ആ സ്ഥലം ഒഴിവാക്കണം. എന്റെ അപേക്ഷയാണ്. അല്ല മുത്തപ്പ സാറേ, എന്തോ അതൊന്ന് ഒഴിവാക്കി കൊടുക്കുക സാറേ. ശരിയാക്കാം. അടിയാ, അടിച്ചു കേട്ട. സ്ഥലം വളർന്ന് കുറ്റിയടിച്ച സ്ഥിതിക്ക് റോഡ് പണി ഉടനെ തുടങ്ങും. ഞാൻ ഇനി എന്താ ചെയ്യാ ദാസേട്ടാ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നീ എൻ്റെ കൂടെ വാ. ടൗണിൽ ധാരാളം ജോലി കിട്ടും, നല്ല കാശും. ദൂര സ്ഥലത്തുള്ള ജോലിക്കൊന്നും ഞാനില്ല ദാസേട്ടാ. ഒറ്റ ദിവസം പോലും അമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഞാൻ ഈ നാട്ടിൽ തന്നെ പണിയെടുത്ത് ജീവിക്കണേ. മണൽ വാരൽ ഉടനെ നിൽക്കും. നിയമം വരിക, മണൽ വരാൻ പാടില്ല എന്ന്. പ്രീ ഡിഗ്രി വരെ പഠിച്ചതല്ലേ, എന്തെങ്കിലും പണി നാട്ടിൽ തന്നെ കിട്ടുന്ന അമ്മ പറയണേ. എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന്റെ കാര്യം എന്തായി? ഓർമ്മയുണ്ട് ദാസേട്ടാ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ. കാവുകളിലാണെങ്കിൽ ഇപ്പൊ ആട്ടവും കുറവാ, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. കുമാരാ, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയണം. നിന്റെ എല്ലാ പ്രശ്നവും തീരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി.